നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു പ്രോഗ്രാമാണിത്. വാഹനത്തെപ്പറ്റി മാത്രമല്ല, വാഹനത്തിൻ്റെ നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സർവീസിൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനെ എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ. എന്ത് കാര്യങ്ങളും പറയാം. വാഹനത്തിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും, സർവീസിൻ്റെ ദോഷങ്ങൾ ഗുണങ്ങൾ, അങ്ങനെ എന്ത് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സാമാന്യ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് ടൂർ മാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അതായത് ഇതൊരു ടൂർ കമ്പനിയാണ്. അടുത്ത കാലത്ത് പുതുതായി വന്ന കമ്പനിയാണെങ്കിൽ പോലും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള, ഈ ഒരു രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവരാണ് ഈ ഒരു കമ്പനിയുടെ പിന്നിലുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും തുടക്കത്തിൽ ടൂർ മാക്സ് നമുക്ക് ഓഫർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 5 ഡെസ്റ്റിനേഷനിലേക്ക് 55,555 രൂപയ്ക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് 4 രാത്രിയും 5 പകലും ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ്. അതിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തായ്ലൻഡുണ്ട്, മലേഷ്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, ആൻഡമാനുണ്ട്, കാശ്മീരുണ്ട്. ഈ 5 സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ 55,555 രൂപയ്ക്കാണ് നിങ്ങൾക്ക് പാക്കേജ് കിട്ടുന്നത്. എന്ന് തന്നെയുമല്ല, ആദ്യമൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് മറ്റൊരു സമ്മാനം കൂടിയുണ്ട്. അത് 3000 രൂപ വില വരുന്ന ഒരു ട്രോളി ബാഗ് സൗജന്യമായി കിട്ടുന്നു എന്നുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ നിങ്ങൾ മുടക്കുന്നത് 52,000 രൂപയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്രൂയിസിൽ ബാങ്കറ്റ് ഡിന്നർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോട്ടയത്തുമാണ് ടൂർ മാക്സിന് ഓഫീസുകളുള്ളത്. കൂടാതെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു വെച്ചാൽ കൃത്യമായിട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഈ പറഞ്ഞ 5 ഡെസ്റ്റിനേഷൻ കൂടാതെ നിരവധി ഡെസ്റ്റിനേഷനുകൾ ടൂർ മാക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് പോകാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാകും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബൈജുവൻ നായർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്കായിട്ട് ഒരു സൗജന്യ സമ്മാനം, വേറൊരു സൗജന്യ സമ്മാനം കൂടി ടൂർ മാക്സ് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരാൾക്ക്, ഈ പ്രേക്ഷകരിൽ ഒരാൾക്ക് തായ്ലൻഡിലേക്ക് സൗജന്യമായി യാത്ര ചെയ്ത് തിരിച്ചു വരാനുള്ള പാക്കേജാണ് തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. തായ്ലൻഡ് എന്നൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാൻ അർഹനാകുന്നു. പിന്നെ അങ്ങനെ അയക്കുന്നവരിൽ നിന്ന് നറുക്കിട്ട് ഒരാൾക്കാണ് ഇങ്ങനെ ഒരു പാക്കേജ് തരുന്നത്, അതായത് സൗജന്യമായിട്ട് തായ്ലൻഡിലേക്കുള്ള യാത്ര. പിന്നെ 55,555 രൂപയുടെ ഈ ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 വരെയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിളിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതുകൂടാതെ മറ്റൊരു പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്ന അറിയാലോ, അത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. അതായത് നമ്മളുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾക്ക് 2,000 രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്ന പരിപാടിയാണിത്. അത് നമ്മോടൊപ്പം ചേർന്ന് അത് അവതരിപ്പിക്കുന്ന റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. അപ്പോൾ റോഷോ നമുക്ക് നൽകുന്ന 2,000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോകളും കാണുക, താഴെ നല്ല കമൻറ്റുകൾ ചെയ്യുക. നല്ലതോ മോശമൊക്കെ ആകും കേട്ടോ. അതിന് തിരഞ്ഞെടുത്തൊരു കമൻറ്റിനാണ് നമ്മൾ ആഴ്ചയിലൊരിക്കൽ സമ്മാനം നൽകുന്നത്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമറെ പരിചയപ്പെടാം. ടിഗുവാൻ ഓണറാണത്. ഫോക്സ് വാഗൺ ടിഗുവാൻ്റെ ഓണറാണ്. നമസ്കാരം. നമസ്കാരം. പേര്? മണി കാർത്തിക്. മണി കാർത്തിക്. മണി കാർത്തിക്. അതെ, മണി എന്ന് വിളിച്ചാൽ മതി. മണി കാർത്തിക്. ഓക്കെ. വർഷങ്ങളോളം US ലായിരുന്നു എന്നാണ് ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അല്ലേ? US എന്ത് ചെയ്യായിരുന്നു? US ഞാൻ ടെക് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് IT സ്പേസിൽ തന്നെ സ്റ്റാർട്ടപ്സിന്റെ മാർക്കറ്റിംഗ് ആ ഒരു ഫീൽഡിലാണ്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു. അപ്പോൾ എത്ര വർഷം ഉണ്ടായിരുന്നു US ൽ? ഞാനൊരു 9 years ഉണ്ടായിരുന്നു. ഈ 9 years കഴിഞ്ഞ് സാധാരണ US നിന്ന് ആരും തിരിച്ചു വരുന്ന കണ്ടിട്ടില്ല. എന്താണ് അങ്ങനെ തിരിച്ചു വന്ന്? ഞാൻ മറ്റേ ഷാറുഖ് ഖാന്റെ മൂവി ഉണ്ട്, ദേശാഭിമാനം വന്നിട്ടാണോ? അത് ഭയങ്കരമായിട്ടും കയറി. നമ്മൾ വന്നത് മാത്രമല്ല, നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും തിരിച്ചു വരാനായിട്ട്. ഏത് തരത്തിൽ? നമ്മളൊരു പ്രൊജക്ട് തുടങ്ങി ഞാൻ വന്ന സമയത്ത്, back2india.com എന്ന് പറഞ്ഞിട്ട് ഒരു TEDx ടോക്ക് ഒക്കെ ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, തിരിച്ചിങ്ങോട്ട് വരാനുള്ള ഇതുണ്ട്. അപ്പോൾ അവർ അത് കണ്ടപ്പോഴേക്കും നമ്മൾ വന്ന് പഠിച്ച പാഠങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് അവരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എങ്ങോട്ടും മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതലും ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് ആ ഭാഗത്തോട്ടാണ് വരുന്നത്. കൊച്ചിയിൽ അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും അതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതെ. അപ്പോൾ മണിയുടെ ഫാമിലിയും തിരിച്ചു പോകുന്നു? ഫാമിലി തിരിച്ചു പോകുന്നു. അപ്പോൾ ഫാമിലിക്കും സന്തോഷമായിരുന്നു തിരിച്ചു വരാൻ? അങ്ങനെ പറയാൻ പറ്റില്ല. മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവരവിടെ തന്നെ ആയിരുന്നു. ഇപ്പം ഇവിടെ എല്ലാവരും വന്ന് സെറ്റിലായി. അപ്പോൾ അവർ ജനിച്ചതോടെയാണോ? ഒരാൾ ജനിച്ചത് അവിടെ, ഒരാൾ ഇവിടെ ആയിരുന്നു. അപ്പോൾ ആ ജനിച്ച ആൾക്കായിരിക്കും ഒരു പക്ഷേ ഭയങ്കരമായ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തോന്നുന്നത് അല്ലേ? അതെ. പുള്ളി ആദ്യം വന്നപ്പോഴേക്കും ലാംഗ്വേജ് ഒക്കെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം ഓക്കെ, 1 yearനുള്ളിൽ എല്ലാം സെറ്റ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ UK ന്ന് US ന്നാണ് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. പലരും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ജീവിക്കുന്നു. ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലേ, പണ്ടത്തെ ഒരു ട്രെൻഡൊക്കെ മാറിയിട്ടുണ്ട്. ടാലന്റ് ഒത്തിരി ഉണ്ടല്ലോ, കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. അതെ. അപ്പോൾ ഈ ഫോക്സ് വാഗൺ എന്ന് പറയുന്നത് ഈ കമ്പനിയോട് അടുപ്പം തോന്നിയത് US വെച്ചാണോ? അതെ, കാരണം ഞാൻ കൂടുതലും ഓടിച്ചിട്ടുള്ളത് അവിടെ വെച്ചിട്ടായാലും ഫോക്സ് വാഗൻ്റെ വണ്ടിയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു പോളോ എടുത്തിരുന്നു ആദ്യം. അപ്പം
എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ, ബ്രാൻഡിനോടൊരു ഇഷ്ടം, പിന്നെ നമ്മുടെ ഒരു അഫോർഡബിലിറ്റിയിൽ വരുന്നതും എന്നാൽ ക്വാളിറ്റിയിൽ വലിയ ഇതില്ലാത്ത, അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട്? ഇതിപ്പോൾ എടുത്തിട്ട് ഒരു 9 months കൂടുതൽ. 9 months ആയുള്ളൂ. അപ്പോൾ ഈ ഫോക്സ്വാഗണിൻ്റെ ടിഗുവാൻ്റെ കാര്യത്തിൽ പ്രധാന പ്രശ്നം സംഭവിച്ചത് പെട്രോളായിട്ട് മാറി എന്നുള്ളതാണല്ലോ. അല്ലേ, അവർ ഡീസലെല്ലാം നിർത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വലിയ SUV-യുടെ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മൈലേജ് ഒരു വലിയ പ്രശ്നമായിരിക്കും അല്ലേ? എന്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ? അങ്ങനെ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, പക്ഷെ വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് തന്നെ പറഞ്ഞു എണ്ണ കൊടിയനാണെന്ന് പ്രത്യേകം പറയണമെന്നൊക്കെ. അതെ, എനിക്കങ്ങനെ അനുഭവം ഉണ്ട്. ടിഗുവാൻ ഞാനെനിക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഓടിച്ചത് എനിക്ക് വന്നത് വാഗമണിലേക്ക് മറ്റാ. അന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു മൈലേജ് ഭയങ്കര പ്രശ്നം, പക്ഷേ ഭയങ്കര സൂപ്പർ സ്മൂത്ത് ആണ് അല്ലേ? കഴിഞ്ഞ റിവ്യൂല് സാർ തന്നെ പറഞ്ഞ പോലെ ബട്ടർ സ്മൂത്ത് രസികൻ വണ്ടിയാണ്. പക്ഷേ ഒരു പെട്രോൾ എഞ്ചിൻ തീർച്ചയായിട്ടും ഇത്രയും വലിയ SUV ആകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇത് എടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഓടിച്ച് നോക്കിയിരുന്നോ? ഞാൻ ആക്ച്വലി ഹൈക്രോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് മറ്റേ ബെഞ്ച് ഇതൊക്കെ ഉണ്ടല്ലോ, ട്രാക്ടബിൾ ഒക്കെ. അപ്പോൾ അത് ഞാൻ ബുക്കൊക്കെ ചെയ്തിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. November 25 കഴിഞ്ഞ ആ സമയമാണത്. പക്ഷെ അവർക്ക് പിന്നെ ഡെലിവറിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പിന്നെ ഒരു X1 ഡ്രൈവ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അതും കുറച്ചുകൂടെ ഒരു 20 lakhs കൂടുതൽ വരും ഇതിനേക്കാളും. പിന്നെ ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി പോളോ ഉണ്ട്. അങ്ങനെ ആക്ച്വലി അവസാനമാണ് പോയി എടുത്തത്. പക്ഷേ ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ റോഡിൽ അധികം കണ്ടിട്ടില്ല. പക്ഷെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഫാമിലിക്കും എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ വെച്ച് താമസിപ്പിച്ചില്ല, മറ്റേ ക്യാൻസൽ ചെയ്തു. ഉടനെ എടുക്കും. ഇതൊരു 41 ആയല്ലേ? ഓ ശരി, പഴയതിനേക്കാളൊക്കെ ഒത്തിരി വില കൂടി, കുറച്ച് കൂടി. അപ്പോൾ ഈ പോളോ കയ്യിലുള്ള ആളെന്നുള്ള അല്ലെങ്കിൽ ഫോക്സ്വാഗണിൻ്റെ സർവീസ് കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയാമല്ലോ. അതുമായിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ? മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഫോക്സ്വാഗണിൻ്റെ അറിയാമല്ലോ, കൂടുതലും ഒരു ഹയർ റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് 9 months ആയിട്ടുള്ളൂ. എന്നിരുന്നാലും എനിക്ക് വലിയ ഡാമേജ് ആയിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഓൺ ദ ഹയർ സൈഡാണ് കമ്പയർഡ് ടു മറ്റുള്ള വാഹനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ US-ലൊക്കെ ഇപ്പോൾ കുറേ ഇഷ്ടംപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ആയല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ചിരുന്നോ? ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കാൻ ശ്രമിച്ചിരുന്നു അല്ല, ഞാനിപ്പോൾ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അവരിപ്പോൾ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. പക്ഷേ ഞാൻ ആദ്യം വന്നപ്പോഴേക്കും അതൊക്കെയാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഒരു ടെസ്ല ആ സമയത്ത് ആക്ച്വലി നമുക്ക് ടെസ്ല ബുക്ക് ചെയ്യായിരുന്നു ഓൺലൈൻ, എവിടെ നിന്ന് വേണമെങ്കിലും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തു. അഥവാ വരുമ്പം ലോട്ടറി അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വന്നില്ല. അപ്പോൾ അത് മനസ്സിലുണ്ട്. അതെ. ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൊത്തത്തിലുള്ള റൈഡിങ് എക്സ്പീരിയൻസ്, കംഫർട്ട്, സേഫ്റ്റി, അതാണ് എനിക്ക് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും, വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫീലാണ്. പിന്നെ ടയേർഡ്നെസ് ഇല്ല ഒരിക്കലും. ഇതിന് മുമ്പ് ഞാനൊരു ക്രിസ്റ്റ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതാണെങ്കിലും നമ്മൾ ലോങ് പോകുമ്പോൾ അറിയില്ലെങ്കിലും ഒരു ചെറിയൊരു വലിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. ഇതിന് അങ്ങനെയില്ല. ഇത് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ടും ഒരു കൺട്രോളും ഒക്കെ തോന്നും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഫീച്ചർ ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കൺസോളൊക്കെ ഇപ്പം മറ്റേ പുതിയ വേർഷൻ വരുന്നതിൽ കുറേ കൂടെ മോഡേൺ ആണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതുമാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരു ഒത്തിരി ഷോയി അല്ല, ഫീച്ചേഴ്സ് വൈസ് ഒക്കെ ആയാലും ഒരു വേണ്ടതൊക്കെ ഉണ്ട്, എന്നാൽ വലിയ ഫ്രിൽസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്ത്യ വന്നതിന് ശേഷം വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോൾ അടുത്ത കാലത്ത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും കൊള്ളാമല്ലോ എന്ന് തോന്നിയൊരു വാഹനം ഏതായിരിക്കും? എനിക്കൊരു X5 ഒക്കെ ഇനി അടുത്തത് നോക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. വൈഫ് കാണുന്നുണ്ട്, അറിയില്ല. അല്ല തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ നിന്നൊരു അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ ഇതിൽ ദീർഘദൂരമൊക്കെ ഓടിയോ? ഞാൻ തൃശ്ശൂർ കോയമ്പത്തൂർ വരെ പോയി. തൃശ്ശൂർ അതുവഴി. അപ്പോൾ ആ റൂട്ട് നല്ലൊരു, നിങ്ങളും പല അപ്പോൾ നല്ലൊരു കംഫർട്ടായിരുന്നു. നമ്മൾ അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങാം. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള. ശരി. അപ്പോൾ ആ സമയത്ത് മൈലേജ് നോക്കിയില്ല? ഞാൻ ഒരു പ്രാവശ്യം പോയുള്ളൂ. ഞാൻ അങ്ങനെ സത്യത്തിൽ നോക്കാത്ത ഒരാളായത് കൊണ്ട് നോക്കിയില്ല. പക്ഷെ കുറവാണെന്നുള്ളത് എനിക്കറിയാം, കാരണം ഇടയ്ക്കിടയ്ക്ക് റെഡ് അടിക്കും. അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അടുത്തത്? ഈ BMW, ബെൻസ് ആ ഒരു സെഗ്മെന്റിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്. അപ്പോഴും ഇലക്ട്രിക്കിലേക്കല്ല പോകുന്നത്. ഇലക്ട്രിക്കലി ഈ ഒരു പ്രൊഫഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സംതിങ് ആണ്. അപ്പോൾ അതുപോലെ US-ലൊക്കെ ദീർഘകാലം വാഹനം ഓടിച്ച ആളെന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇന്ത്യയിലെ ട്രാഫിക്കും ഇന്ത്യയിലെ ട്രാഫിക് ഇല്ലായ്മയും എല്ലാം എങ്ങനെ ഫീൽ ചെയ്തത്? ഞാൻ അതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് പറയില്ല, കാരണം അത് ശരിയല്ല. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഓഫ് കോഴ്സ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതിലും അവരുടെ ഒരു സിവിൽ സെൻസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു വ്യത്യാസമാണുള്ളത്. പക്ഷേ ഇന്ത്യ ഈസ് ഇന്ത്യ. ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ള നമ്മളത് അതുകൊണ്ട് സഹിക്കാൻ തീരുമാനിച്ചാണല്ലോ തിരിച്ചു വന്നത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ നിൽക്കുവാണ്. എങ്കിലും ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്നത് അവിടെ വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന സാധനമാണല്ലോ. ഇവിടെ അത് ഇവിടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതാണ് സത്യം. പക്ഷേ ഐ തിങ്ക് മേ ബി അതിൽ പിന്നീട് വരുമായിരിക്കും. പക്ഷെ ആ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഇപ്പം നമ്മൾ അറിയാമല്ലോ, ഫ്രീ വേയിലൊക്കെ പോകുമ്പോൾ
ലോങ് പോയാൽ തന്നെ ഇപ്പം സാർ തന്നെ പറഞ്ഞല്ലോ മെക്സിക്കോയിലോട്ടൊക്കെ പോയാണ്. അപ്പോൾ ആ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയണ്ട നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്നല്ല ഇപ്പം നമ്മൾ മറന്നു പോകും ചില സമയത്ത്, മസിൽ മെമ്മറിയിൽ അങ്ങ് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ആരെ മുമ്പിൽ ചാടും എന്നുള്ളൊരു അലേർട്ടായിരിക്കണം എപ്പോഴും. വേറെ കാര്യം അവിടെ ഇപ്പം നമ്മൾ പിന്നെ ഇൻഡിക്കേറ്റർ ഇടാതെയൊക്കെ ലൈൻ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ മരണ ഇടി കൂട്ട ഇടി നടക്കുകയും ചെയ്യും. എന്നെ 1-2 പ്രാവശ്യം പോലീസ് അവിടെ ഫസ്റ്റ് ചെന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ സൈഡിൽ ഇൻഡിക്കേറ്റർ കുറച്ച് നേരത്തെ കിട്ടുള്ളൂ, പിന്നെ ഓഫാക്കി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ട്. ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പം പുള്ളി വന്ന് ഒരു പോലീസായിരുന്നു, എന്നെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടിക്കിടക്കുമായിരുന്നു ലൈറ്റ്. അപ്പം പുള്ളി വന്ന് പ്രശ്നമാക്കി, പക്ഷെ വിട്ടു. പക്ഷെ എന്നാൽ ചെറിയ കാര്യങ്ങൾ വരെ അവിടെ നോട്ടീസ് ചെയ്യും, അല്ലെങ്കിൽ അവർ തന്നെ വന്ന് പറയും. അപ്പം അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ കുറച്ച് സ്പീഡ് എടുക്കാമെന്ന് വിചാരിച്ചൊരു ഇടവഴി കൂടെ പോയി, ഹൈവേ വിട്ടിട്ട്. അവിടെ പോലീസ് പിടിച്ചു സ്പീഡിൽ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നാടൻ വഴി കൂടെ പോയത്. അവിടെ പിടിച്ചപ്പോഴത്തേക്കും പോലീസ് വന്നിട്ട് വളരെ മര്യാദയ്ക്കാണല്ലോ വന്നിട്ട് ഇങ്ങനെ സിംഗിൾ സ്പീഡ് കൂടുതലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്തണമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ നേരത്തെ അവിടെ അല്ല എത്തുന്ന, വേറെ സ്ഥലത്തായിരിക്കും, അതുകൊണ്ട് എന്തായാലും ഫൈനൊക്കെ തന്നിട്ട് പോയാൽ. എനിക്കും ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനിതേപോലെ ഒരു വിശന്ന് നമ്മൾ ലോങ് ട്രിപ്പ് പോയത്, വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെക്കാളും സ്പീഡിലാണ് പോകുന്നത്, നമ്മൾ സ്പീഡിനനുസരിച്ചാണ് പോകുന്നത്. പുള്ളിക്കാരത്തി പറഞ്ഞു എല്ലാവരും പോകുന്നുണ്ടല്ലോ നമുക്കും പോയിക്കൂടെ. പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, ഉടനെ ഇതേപോലെ പറയും. ശരിക്കും എത്രത്തോളം ഗംഭീരമായിട്ടാണ് അത് നിയമം കീപ്പ് ചെയ്യുന്നത്. ഒരു പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ അമേരിക്ക പിന്നെയും കുറച്ച് പേരൊക്കെ നിയമം ലംഘിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ. യൂറോപ്പിലൊക്കെ പക്ഷേ പക്കയാണ്, ഒരു തരത്തിലും ഒരു നിയമം ലംഘിക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ എന്തായാലും മണിയുടെ കാര്യത്തിൽ വളരെ വ്യത്യസ്തനായൊരു മനുഷ്യനാണ്. കാരണം 9 വർഷം അമേരിക്ക ജീവിച്ച് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് പൊതുവെ ആരും ചെയ്യുന്ന കാര്യമല്ല. എന്നാൽ അതിന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ നാടെന്ന് പറയുന്ന നാടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പോട എന്ന് പറയാവുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ലോകത്ത് അല്ലേ. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫ്രീഡം നമുക്കുള്ളത്, നമ്മുടെ ഐഡന്റിറ്റി ഇതാണല്ലോ, അതിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വാഹനമായിട്ട് വീണ്ടും കാണും. ആയിക്കോട്ടെ, താങ്ക് യു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഹോണ്ട ബ്രിയോ ഓണറാണ്. എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു ബ്രിയോ എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രിയപ്പെട്ട വാഹനമാണ്. ഈ വാഹനത്തെപ്പറ്റിയുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ ആദ്യം പറയാം. ഇത് വളരെ സ്ട്രോങ്ങും ഭയങ്കര ഹെവി ആയിട്ടുള്ള വാഹനമാണ്. വളരെ ചെറുതാണെങ്കിൽ പോലും നല്ല രസമാണ്. ഹൈവേയിലൊക്കെ സ്പീഡിലൊക്കെ ഓടിച്ചു പോയാൽ അത്രയും നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന വാഹനമാണ്. മൈലേജ് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? ഹരിശങ്കർ. എന്ത് ഹരി? ഞാനൊരു ബിസിനസ് നടത്തുകയാണ്. ഇവിടെ തന്നെ കൊച്ചിക്കാരനാണ്? സൗത്ത് കൊളമ്പശ്ശേരി. അല്ല, ഞാൻ പാലാ. മണാട്ടുകാരനാണ്. അതെ. അത് ശരി. എത്ര കാലമായി ഹോണ്ട ബ്രിയോ വാങ്ങിച്ചത്? ഇതൊരു 6 കൊല്ലത്തോളമായി യൂസ് ചെയ്യുന്നത്. ഇത് 2018 നിന്ന് പോയത് അല്ലേ? അപ്പോൾ അതിനു മുമ്പ് പുതിയതെടുത്താണോ? അല്ല, ഇത് ഞാൻ യൂസ് എടുത്താണ്. മാനുവലോ ഓട്ടോമാറ്റിക്കോ? മാനുവലാണ്. എസ് വേരിയന്റ്. എന്തുകൊണ്ടാണ് സാധാരണ ഇതിൽ ആണുങ്ങൾ പൊതുവെ ഇതിലേക്ക് നോക്കാത്തൊരു വാഹനമാണ്, സ്ത്രീകളുടെ ഒരു വാഹനമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഹരി ഇത് വാങ്ങിച്ചത്? അല്ല, ഇതൊരു യൂണീക്ക് വണ്ടിയാണ്. ആക്ച്വലി നമ്മുടെ മാർക്കറ്റിലുള്ള സാധാരണ വണ്ടികളെക്കാളും ഒരു സ്പെഷ്യൽ ലുക്ക് ഉണ്ട് ഇതിന്. പിന്നെ ഹോണ്ടയാണ്, ചെറിയ കാറാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സിറ്റി യൂസും വല്ലപ്പോഴും ഹൈവേ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇത് എടുത്ത സമയത്ത് ഇത്തരം തോന്നലുകളെല്ലാം കൃത്യമാണെന്ന് ഇപ്പോഴും സമ്മതിക്കുന്നുണ്ടോ? എടുത്ത സമയത്ത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് മാറ്റങ്ങൾ ഈ വണ്ടി വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അത്? ശരിക്കും ആക്ച്വലി ബജറം പറഞ്ഞ പോലെ ഇത് ആക്ച്വലി നല്ല വെയിറ്റുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിന് ആക്ച്വലി ആ ഒരു സുഖമുണ്ട് നമ്മൾ ഈ ഹൈവേയിലൊക്കെ റൺ ചെയ്യിക്കുമ്പോഴത്തേക്ക്. പക്ഷേ അതിനകത്ത് ഒരു കുഴപ്പം തോന്നുന്നത് റിയർ വീല് കുറച്ച് അകത്തോട്ടാണ് ഇരിക്കുന്നത്. സാധാരണ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികളെ പോലെ കുറച്ച് അകത്തോട്ടാണ്. അപ്പോൾ അതെനിക്ക് ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയാണ്. അതുകൊണ്ട് ഞാൻ ആക്ച്വലി കുറച്ച് ഓഫ്സെറ്റ് ചെയ്ത് നിൽക്കുന്ന വീല്, അതായത് ഫ്രണ്ടർ ലെവലിൽ നിൽക്കുന്ന ഒരു വീല് ഞാൻ ചൂസ് ചെയ്തു. നല്ല ടയേഴ്സ് ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് എന്നുവെച്ചാൽ ഇതിനൊരു ബോഡി റോൾ ഉണ്ടായിരുന്നു ഹൈവേയിലൊക്കെ നമ്മൾ തിരികുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളൊരു 30 mm അതിനെ കുറച്ച് താത്തു വണ്ടിയിൽ. അത് ശരി. അത്രയൊക്കെ ചെയ്തു? അത്രയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞോ? ഓൾറെഡി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് വണ്ടിക്ക്. അതൊരു 30 mm കൂടെ താന്നു. പക്ഷെ നമ്മളങ്ങനെ ഓഫ് റോഡൊന്നും പോകുന്നില്ല. ബേസിക്കലി വണ്ടി ഹൈവേക്കും സിറ്റിക്കും വേണ്ടിയുള്ള. എങ്കിലും സിറ്റിയിലെ ബമ്പൊക്കെ ചാടുമ്പോൾ തട്ടുന്നുണ്ടോ? ഇല്ല. ആ 30 mm എന്ന് പറയുന്നത് കറക്റ്റാണ്. ആക്ച്വലി വണ്ടിക്ക് വരുന്ന 14 inches വീലാണ് വരുന്നത്. അപ്പം 14 inches ഞാൻ 50 inches അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു 1 inch ഒരു
നമ്മൾ KTM താത്തേൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ശരി. അപ്പോൾ ഈ സാധാരണ ഇതിൽ വീൽ സൈസ് അല്ലെങ്കിൽ ടയർ സൈസ് ഒക്കെ മാറ്റുമ്പോൾ നമുക്കത് ഡ്രൈവിങ്ങിൽ കംഫർട്ടിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബലേനയിൽ എനിക്ക് സ്ഥിരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വല്ല പ്രശ്നം തോന്നുന്നുണ്ടോ? ഇല്ല, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷോ പർപ്പസിന് വേണ്ടി ഒത്തിരി പെർസെൻറ്റേജ് കൂട്ടുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇത് 14 ഇഞ്ചസ് കമ്പനി വന്നെങ്കിൽ പോലും നമ്മൾ 15 ഇഞ്ചസിലോട്ട് മാറ്റി. പക്ഷേ ടയറിൻ്റെ പ്രൊഫൈൽ നമ്മൾ കുറച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് വരുന്ന അതേ ഒരു രീതിയിലാണ് വീൽ നിൽക്കുന്നത് ആക്ച്വലി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടോ മൈലേജ്? മൈലേജ് ഭയങ്കര ഷോവാണ്. ആണല്ലേ? എത്രയായിരിക്കും? എനിക്ക് സിറ്റിയിലൊക്കെ കിട്ടുന്ന ഒരു 10 ഉള്ളൂ ആക്ച്വലി. ഹൈവേയിൽ വല്ലപ്പോഴും ട്രിവാൻഡ്രം ഒക്കെ പോയി വരുമ്പോഴത്തേക്ക് ഒരു 16 കാണിക്കും. ഹൈവേയിലൊന്നും കിട്ടുന്നില്ല. പക്ഷെ അധികം ഓടുന്നത് സിറ്റിയിലുമാണ് അല്ലേ? പോലാവുന്നില്ല ആക്ച്വലി. പിന്നെ എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത്? അല്ല, ഇതിനൊരു ഒരു സുഖമുണ്ട് വണ്ടിക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പാവങ്ങളുടെ മിനി കൂപ്പർ എന്ന് പോലെ. പാവങ്ങളുടെ മിനി കൂപ്പർ അതുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു യുണീക്ക് ലുക്കാണ് മിനി കൂപ്പറിൻ്റെ ഒരു. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ഒരു പ്രാസം പറഞ്ഞാണ്. ശരിയാണ്. ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എന്നുവെച്ചാൽ ഒരു യുണീക്ക് ലുക്കുണ്ട്. പിന്നെ അതിൻ്റെ എൻജിൻ ഭയങ്കര രസമാണ്. എൻജിന് ഗിയർ ഷിഫ്റ്റിങ്, ഹാൻഡ്ലിങ് ഭയങ്കര സുഖമാണ്. അപ്പം ഈ L12 എന്ന് പറഞ്ഞ, അതായത് ജാസ വരുന്ന എൻജിനാണ് വരുന്നത്. ശരിക്കും അത് ബേസിക്കലി സിറ്റിയെ വരുന്ന എൻജിൻ്റെ ഒരു ചെറിയ വേർഷനാണ് 1.5-ൻ്റെ. അപ്പോൾ അതിൻ്റെതായ ഒരു നമ്മൾ പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് VTEC കിക്ക്ഡ് ഇൻ യു എന്ന് പറയുന്നത്. ആ ഒരു ഫീൽ ഇതിനകത്തൊരു 3000 RPM കഴിയുമ്പോഴത്തേക്കും നല്ല ഫീൽ കിട്ടും. അതുവരെ ഭയങ്കര സ്ലോ ആണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഗിയർ ഇച്ചിരി ടഫാണ്. ബാക്കിയെല്ലാം വണ്ടി ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. എത്ര 1 ടൺ അടുത്ത് വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് ആക്ച്വലി. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ യാത്രാസുഖം വലിയ കാര്യമായിട്ടില്ല. ഇപ്പം ഞാൻ സ്പ്രിങ് കുറച്ച് സ്റ്റിഫൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്രാസുഖം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ബേസിക്കലി ഞാനിപ്പോൾ 2 പേരെ യാത്ര ചെയ്യുന്നുള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാനും എൻ്റെ പട്ടി. പട്ടിക്ക് പിന്നെ ഇതിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ട് പട്ടി അവിടെ ഇരുന്നോളൂ. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ്? സർവീസ് കോസ്റ്റ് ഹോണ്ടയിൽ ജയിക്കുമ്പോൾ നീറ്റാണ്, കുഴപ്പമില്ല. ഒരു 5000-6000 ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഈ എവരി ഒരു ഇൻ്റർവൽ പീരീഡ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹോണ്ടയിൽ സർവീസ് അത്ര സുഖമില്ല. ആണല്ലേ? ശരി. എവിടെ ഇപ്പം കണ്ടിൽ ചെയ്യുന്ന വിഷനിലാണ് ചെയ്യുന്നത്. നേരത്തെ പെൻസിലായിരുന്നു, മരടിൽ വിഷനിലോട്ട് മാറ്റി. ശരി. എന്നിട്ട് പെൻസിലാറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ വിഷനിലേക്ക് മാറിയത്? ചെറിയ രീതിയിലൊക്കെ ആണല്ലേ? എന്നിട്ട് വിഷനിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? വിഷനിൽ കുഴപ്പമില്ല, എന്നാലും ഒരു ആണോ അങ്ങനെ പ്രശ്നം തോന്നുന്നുണ്ട്. നമ്മൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവർ സോർട്ട് ഔട്ട് ചെയ്യുന്നില്ല. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് മാത്രം അവർ എല്ലാ സർവീസിനും ഒരു രീതിക്ക് അങ്ങ് ചെയ്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് ജെർക്കിംഗ് സൗണ്ടുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടുന്നൊക്കെ ആയിട്ട്. അത് ഈ വണ്ടി ചീപ്പായിട്ട് ബിൽഡ് ചെയ്ത വണ്ടിയാണ് ഹോണ്ട ആക്ച്വലി. അപ്പം ഈ നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് ആക്ച്വലി. കുറച്ച് പാനൽ ഗ്യാപ്പുകളും ഈ പറഞ്ഞ കാലത്തെ പല സൗണ്ടുകളും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം അത് മാറ്റാൻ ആർക്കും പറ്റുന്നില്ല ആക്ച്വലി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ 2 ഡീലർഷിപ്പുകളും എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. വിഷൻ ഹോണ്ട ആയാലും പെൻസില ഹോണ്ട ആയാലും ഈ ഒരു കാര്യം പറഞ്ഞൊന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഹോണ്ടയുടെ സർവീസിനെ പറ്റി ഹോണ്ട സിറ്റിയൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ ഹാപ്പിയാണെന്നുള്ളപ്പോൾ എന്തുവാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യമൊന്ന് അന്വേഷിക്കാം. അപ്പോൾ ഇനി 6 വർഷം കഴിഞ്ഞു, അടുത്ത എന്താണ് പരിപാടി? ഇത് ഹോൾഡ് ചെയ്യാനാണോ അതോ വേറെ? ഇത് ഹോൾഡ് ചെയ്യാം. കാരണം ഇതിലിപ്പം അത്യാവശ്യം എല്ലാം ഉണ്ട്. എനിക്കിപ്പോൾ ആക്ച്വലി ഇത്ര ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി ആവശ്യമില്ല. ഇതിലിപ്പോൾ അത്യാവശ്യം സേഫ്റ്റി, ABS, CBD, എയർ ബാഗ്, 2 എയർ ബാഗും ഉണ്ട്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു മാനുവൽ ഫീൽ. അത് ശരിക്കും അതാണ് ആക്ച്വലി വേണ്ടത്. കുറേ ടച്ച് സ്ക്രീനും, ഞാൻ ടച്ച് സ്ക്രീൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആക്ച്വലി മ്യൂസിക് വേണം. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഡോറ് ഡാം ചെയ്തിട്ടുണ്ട്. കാരണം മെറ്റൽ ഭയങ്കര ചീപ്പ് വണ്ടി ആയതുകൊണ്ട് മെറ്റൽ ഭയങ്കര ശോകമാണ്. ആക്ച്വലി നമ്മൾ സുസുക്കിയെ കുറ്റം പറഞ്ഞാലും ഹോണ്ട ആരും കുറ്റം പറയുന്നില്ല. മെറ്റൽ ഭയങ്കര ശോകമാണ്. അപ്പോൾ ഞാൻ ഡാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും കുറച്ച് ഹെവി ഫീലാണ്. നമ്മൾ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ പുന്തം അടയ്ക്കുന്ന പോലെയൊക്കെ ആ ഫീൽ കിട്ടുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ട ചേഞ്ചുകളൊക്കെ ഞാനത് വരുത്തി. ഇപ്പോൾ ഇത് ഹെഡ്ലൈറ്റ് ആണെങ്കിലും നമ്മുടെ മൊബീലിയോ RS എന്ന് പറഞ്ഞൊരു മോഡൽ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഞാൻ ഒപ്പിച്ച് അത് ഞാൻ കയറ്റി. അത് അതിൻ്റെ ഹെഡ്ലൈറ്റാണ്, പ്രൊജക്ടറാണ്. DRലും ഉണ്ട്, ഒരു പ്രൊജക്ടറും ഉണ്ട്. അത് ശരിയാണല്ലോ, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അത് കൊള്ളാം. ലൈറ്റും ഇതിൻ്റെ വളരെ ശോകമാണ്. ലൈറ്റ് ഭയങ്കര ശോകമാണ്. ബ്രേക്കിംഗ് ശോകം ആക്ച്വലി. ബ്രേക്കിംഗ് ശോകമല്ല, നമ്മൾ ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്കും ചവിട്ടിയാലൊന്നും ആ ഒരു
ഫീലിൽ ഇല്ല. അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ OEM ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. ഇപ്പം ഇതിപ്പോൾ ഇതിനകത്ത് ചെറിയ ഡിസ്കാണ് വരുന്നത്, പുറകിലെ ഡ്രമ്മ് മാറ്റാൻ നമുക്ക് ഉദ്ദേശിക്കുന്നില്ല, കോംപ്ലിക്കേറ്റഡാ. അപ്പോൾ ഇനി ചെയ്യുവാണെങ്കിൽ സിറ്റിയുടെ 1.5 സിറ്റി 2012 മോഡൽ സിറ്റിയുടെ ഒരു ഡിസ്ക് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്. കാരണം ഈ വണ്ടിയുടെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് നന്നാക്കുക എന്നുള്ളതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം അല്ലേ? അതാണ് എൻ്റെ മെയിൻ ഹോബി. നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നിന്ന് വിട്ടുപോകാതെ വണ്ടി കണ്ട സ്റ്റോക്ക് ആയിരിക്കണം നമ്മുടെ ഇമ്മീഡിയറ്റ് ഇഷ്യൂ, പക്ഷേ വണ്ടി എഫിഷ്യൻ്റ് ആയിരിക്കണം. പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ നേരത്തെ എങ്ങനെ പോകും അതുള്ളൂ. അത് ഞാൻ അങ്ങനെയുള്ളൊരു വളരെ കുറവുണ്ട് സാധാരണഗതിയിൽ. എനിക്ക് പോരാൻ തോന്നുമ്പോൾ വിറ്റ് അടുത്ത വാങ്ങിക്കുക എന്നുള്ളതിന് പകരം ഇത് നന്നാക്കി എടുക്കാൻ കാര്യം. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് മതി, കുറച്ച് മൈലേജ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ, അതൊന്ന് കണ്ണടച്ചാൽ മതി. വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ ഈ ഇറങ്ങിയിരുന്ന കാലത്ത് അത് ശ്രദ്ധിക്കപ്പെടാൻ പോയ 2 ഓട്ടോമാറ്റിക് മോഡലുണ്ട്. ഒന്ന് നിസാൻ്റെ മൈക്ര CVTയും ഇത് ടോർക്ക് കൺവേർട്ടറാണ് ഇതിലുള്ള ഓട്ടോമാറ്റിക്. ഇപ്പം സ്ത്രീകളൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇതിന് നല്ല റീസെയിൽ വാല്യൂ ഇപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കുകൾക്ക് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന് ഭയങ്കര നല്ല വിസിബിലിറ്റിയാണ്, ചുറ്റും ഗ്ലാസ്സാണ്. പുറകിലത്തെ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ്സാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് ക്യാമറ വേണ്ട, ആക്ച്വലി ക്യാമറ വേണ്ട, സെൻസർ വേണ്ട, ഒന്നും വേണ്ട. ഈ 3 മിറർ ഉണ്ടെങ്കിൽ അത് മതി വണ്ടി ഓടിക്കാൻ. അപ്പോൾ എന്നാലും സന്തോഷം ഇത്രയും കാര്യങ്ങൾ പങ്കിട്ടതിന്. അപ്പോൾ ഈ ഹോണ്ട ബ്രിയോ ഓടിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം വളരെ സ്റ്റേബിളുമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. പാവങ്ങളുടെ മിനി കൂപ്പറായിട്ട് മാറ്റാൻ വളരെ എളുപ്പമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും സന്തോഷം കണ്ടതിൽ. അപ്പം ഹാപ്പി മോട്ടറിങ്. താങ്ക് യു. അപ്പോൾ നമ്മളിൽ പരിചയപ്പെടുന്നത് ജീപ്പ് മെറീഡിയൻ്റെ ഓണറാണ്. ഗുഡ് മോർണിംഗ്. പേര്? പ്രകാശ് നമ്പൂതിരി. പ്രകാശ്. ഹായ്. മാലിനി. ഹായ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ പഴയൊരു പരിചയമുണ്ട്. അപ്പോൾ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതായത് ഞങ്ങൾ ഒരുമിച്ച് ഇക്കോ സ്പോർട്ടിൻ്റെ ഒരു ഡ്രൈവിന് പോയിട്ടുണ്ട് കുട്ടിക്കാനത്ത്. ഇക്കോ സ്പോർട്ടിൻ്റെ ഓണേഴ്സിൻ്റെ ഒരു ഡ്രൈവ്, അതിൽ എന്നെ ഗസ്റ്റായിട്ടൊന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ പരിചയപ്പെട്ട കാര്യം ഇപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതും അങ്ങനെ സ്ഥിരമായി ഡ്രൈവ് പോകുന്നുണ്ട്. കാരണം ജീപ്പ് ട്രയൽസ് എന്നുള്ള സ്റ്റിക്കർ സൈഡിൽ കാണുന്നുണ്ട്. ഇക്കോ സ്പോർട്ടിൻ്റെ കാലത്തും അങ്ങനെ ഡ്രൈവ് പോരുന്ന ആളാണ് അല്ലേ? കാര്യമായ രീതിയിൽ എപ്പോഴും ഡ്രൈവ് പോകും. എപ്പോഴും ഡ്രൈവ് പോകും. ഇവിടെ ഉള്ള സമയം ഫ്രീ ആണെങ്കിൽ നമ്മൾ ഡ്രൈവിന് പോകും. ഇവിടെ ഉള്ള സമയം എന്ന് വെച്ചാൽ ഇവിടെ അല്ലേ സ്ഥിരമായിട്ട്? അല്ല, എനിക്ക് എൻ്റെ ജോലി റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്യും. ബോത്ത് ഡൊമസ്റ്റിക് ആസ് വെൽ എസ് ഇന്റർനാഷണൽ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു അസോസിയേറ്റഡ് ബ്രിട്ടീഷ് ഫുഡ്സ് എന്ന് പറഞ്ഞ ഒരു UK ബേസ്ഡ് MNC ആണ്. ഞാൻ അവിടുത്തെ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ AB മോറി ഡിവിഷന്റെ കമേഴ്ഷ്യൽ ഡയറക്ടറാണ്. ശരി. എപ്പോഴും യാത്ര സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യും. ശരി. അപ്പോൾ എപ്പോഴും യാത്രയാണ്? കുറെ യാത്രയുണ്ട്. ഒരു 4 മാസം ഞാൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് വണ്ടിയുടെ ഓട്ടം കുറവാണ്. അപ്പോൾ ആ യാത്രകൾ അധികവും ഫ്ലൈറ്റിലായിരിക്കും. അതിൽ നിലം തൊട്ടാൽ ഇതിലുള്ള യാത്ര അല്ലേ? അങ്ങനെയാണ്. പിന്നെ എനിക്കൊരു സ്പോർട്സ് ബൈക്കും ഉണ്ട്, രണ്ടും യൂസ് ചെയ്യാം. ബജാജിന്റെ ക്രൂസ് ഉണ്ട്. ശരി. അപ്പോൾ ഇതിലിപ്പോൾ അന്ന് നമ്മൾ കണ്ടപ്പോൾ ഇക്കോ സ്പോർട്ടിൻ്റെ ഡ്രൈവിന് വന്നല്ലോ. ഇക്കോ സ്പോർട്ടിൻ്റെ ഡ്രൈവ് കുറേ കാലം ചെയ്തിരുന്നോ പല സ്ഥലങ്ങളിലേക്കും? നമ്മളൊരു 7 years ഒക്കെ സ്പോർട്ട് ഉണ്ടായിരുന്നു. ഐ തിങ്ക് വി ഹാവ് ഗോൺ ഫോർ അറൗണ്ട് 6-7 ഡ്രൈവ്സ്. ശരി. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഓഫ് റോഡ് ഇക്കോ സ്പോർട്ടിന് ഒരു പരിമിതിയുണ്ട് ഓഫ് റോഡ് പോകുന്നതിന്. പക്ഷേ ഇത് അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സാധനമാണ്. ജീപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഓഫ് റോഡാണല്ലോ. അപ്പോൾ ഇതിൽ ഓഫ് റോഡും പോകുന്നുണ്ടോ? ഓഫ് റോഡ് ഡ്രൈവിന് നമ്മൾ പോയിട്ടുണ്ട്. അതിന്റെ മെയിൻ ഓഫ് റോഡിന് ഞാൻ ഇത് എടുത്തില്ല, കാരണം ഇത് 4x2 ആണ്. പക്ഷെ അത് ഡ്രൈവ് ചെയ്ത് മനസ്സിലായി 4x2 ആണെങ്കിലും 4x4 അതേ അഡാപ്റ്റബിലിറ്റി ഉണ്ട്. പിന്നെ വൈഫിന് കാറിന് ഇവിടെ എവിടെ പോറലും അതൊന്നും ഒട്ടും വരാൻ പാടില്ല. അതുകൊണ്ട് 4x4 അതുകൊണ്ടാണ് എടുക്കാത്തത്. അങ്ങനത്തെ ഡ്രൈവിന് ഷീ ഈസ് നോട്ട് വെരി കീൻ ഓൺ റിസ്കി ഡ്രൈവ്. നമുക്ക് ഹില്ലി ഡ്രൈവ്സ് ഒക്കെ ഇഷ്ടമാണ്, ഓഫ് റോഡിങ് ഇഷ്ടമാണ്. ബട്ട് ഓൺലി വെൻ ദർ ഇസ് ഇനഫ് ആൻഡ് മോർ സ്പേസ് അവൈലബിൾ. കാരണം സൈഡിലൊക്കെ കുറെ ചെടികളൊക്കെ ഉള്ളപ്പോൾ ഇറ്റ് വിൽ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ സാധാരണ ഇതിൽ ഇപ്പോൾ നിങ്ങളൊക്കെ പോലുള്ളവരൊക്കെ വാഹനം എടുക്കുകയാണെങ്കിൽ അത് കോമ്പസ് ആയിരിക്കും എടുക്കുന്നത്. ഈ മെറിഡിയൻ എന്ന് പറയുന്നത് അതിൻ്റെ 7 സീറ്ററാണ്. എന്തുകൊണ്ടാണ് ഈ മെറിഡിയനിലേക്ക് വന്നത്? അതുപോലെ അംഗങ്ങളുള്ള വീടാണോ? ആക്ച്വലി നമ്മൾ എക്കോസ്പോർട്ട് 7 വർഷം യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഐ ഗോ ബാക്ക് ടു സെഡാൻ. ഞാൻ ഓഡി A6 മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊരു 1 വർഷം ഓടിച്ചു.
വളരെ കംഫർട്ടബിൾ വണ്ടിയാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്ലാസ്, ബട്ട് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വാസ് വെരി ലോ. ഐ ആം യൂസ്ഡ് ടു ഡ്രൈവിംഗ് അമേരിക്കൻ കാർ വിത്ത് ബിഗർ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ഓഡി ആയപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വാസ് വെരി ലോ. പിന്നെ വീട്ടിൽ ഞാനും വൈഫും 2 പിള്ളേരും പാരൻസും ഉണ്ട്. അപ്പോൾ ആർ ഹൗസ് ഹോൾഡ് വാസ് 6 members. സോ യൂഷ്വലി നമ്മൾ 4 പേരാണ് പോകുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു യൂസ് വന്നാൽ നമ്മൾ 6 പേർക്ക് ഇരിക്കാൻ എക്കോ സ്പോർട്ടും പോരാതെ പിന്നെ ഓഡിയിൽ പറ്റത്തേ ഇല്ല. അപ്പോൾ then we started looking at this. പിന്നെ ഇൻസിഡൻ്റലി ഓഡി മേടിക്കുന്ന മുന്നേ വി ഹാഡ് ഡൺ എ ടെസ്റ്റ് ഡ്രൈവ് ഓൺ ദി ഗ്രീൻ ജീപ്പ് മെറിഡിയൻ. അപ്പോൾ തന്നെ വൈഫിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ദി ഗ്രീൻ കളർ. പിന്നെ ഓഡി കൊടുത്തപ്പോൾ വെൻ വി തോട്ട് ഓഫ് ചേഞ്ചിങ് വി ഡിഡ്ന്റ് ഹാവ് എ സെക്കൻഡ് തോട്ട്, വി എൻഡഡ് അപ്പ് ബൈയിങ് എ ജീപ്പ് മെറിഡിയൻ. പക്ഷേ എങ്കിലും ഒരു 7 seater വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മറ്റ് ഏതെങ്കിലും മോഡലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നോ? ഞാൻ ടൊയോട്ട ഫോർച്യൂണർ ഓടിച്ചിട്ടുണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, വി വർ തിങ്കിങ് ഓഫ് ബൈയിങ് ഫോർഡ് എൻഡോർ. നമ്മൾ ഫോർഡ് എക്കോ സ്പോർട്ട് കൊടുത്താൽ ഫോർഡ് എൻഡോർ മേടിക്കുന്നതായിരുന്നു നാച്ചുറൽ തോട്ട്. വി വർ ഹാപ്പി വിത്ത് ഫോർഡ്. But unfortunately Ford was moving out of India. പിന്നെ Ford is an American company, this is also an American company. ഞാൻ US-ൽ പോകുമ്പോൾ 2 വണ്ടിയും ഇഷ്ടംപോലെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ജീപ്പൊക്കെ ഇവിടെ കേൾക്കുന്ന മുന്നേ ഞാൻ US-ൽ ജീപ്പ് ഓടിച്ചിട്ടുണ്ട്, ചെറോക്കി വരെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ I liked Jeep from long time back. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി എന്താണ് ഒരു വാക്കി പറയാനുള്ളത്? ജീപ്പ് മെറിഡിയൻ എന്താണ് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത്? ഇപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷയോട് വാങ്ങിച്ചു, ആ പ്രതീക്ഷ കീപ്പ് ചെയ്യുന്നൊരു വാഹനമാണ്. I think so far our entire family is very happy with the vehicle. The driving comfort is very good, especially on long drives and fast drives. It is very, very comfortable. Ground clearance is decent. I wouldn't say it is very high, but it's pretty decent for our kind of roads and slight bit of off-roading also. It's a very good vehicle. And so far we are very, very happy with it. The infotainment system inside, the touchscreen system and the sound system is brilliant. ഏതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണ്? I think I'll ask her to... അത്രയും ഫീച്ചേഴ്സ് അല്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് റീസൺ സ്റ്റൈലിഷ് ആണ്, കംഫർട്ടബിൾ ആണ്. നമുക്ക് പാസഞ്ചർ സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ ഫുഡ് സ്പേസ് നല്ലോണം വരുന്നുണ്ട്. പിന്നെ മോൾക്കാണെങ്കിലും മോളിൽ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ട് റൂഫ് അങ്ങനെ നിൽക്കുന്നത് ഷീ ലൈക്സ് ഇറ്റ്. ഫസ്റ്റ് ലൈക്കിംഗ് ബിഫോർ ഓഡി എൻ്റെ ഫസ്റ്റ് ലൈക്കിംഗ് എനിക്ക് ആദ്യമേ ജീപ്പിനോട് വന്നായിരുന്നു ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പോൾ. പിന്നെ എനിവേ നമ്മൾ മറ്റേതിലോട്ട് പോയി, ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞപ്പോൾ ഒരു ചോയ്സ് പിന്നെ വേറെ നമ്മൾ നോക്കിയില്ല, സ്ട്രേറ്റ് അവേ. Actually it was a predetermined decision that we will go for this. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കണം? Actually around 12,000 kilometers. We have finished around 15 months. ഞാൻ കാരണം കൊല്ലത്തിൽ 4 മാസം ഇവിടെ ഇല്ല. അപ്പോൾ എന്നിട്ട് മോശമല്ല ഇത്രയും കാലം കൊണ്ട് അല്ല, എൻ്റെ എല്ലാ വണ്ടികൾ ഇത്ര ആവറേജ് ചെയ്തിട്ടുള്ളൂ. 1,500 കിലോമീറ്റേഴ്സ് പെർ മന്ത് ആണ് ആവറേജ് ചെയ്തത്. കാരണം മൈ ഓഫീസ് ഇസ് നോട്ട് ടു ഫാർ ഫ്രം ദി ഹോം. രാവിലെ 8 മണിക്ക് ഇറങ്ങി തിരിച്ചു വരുന്നത് 6:30-7 ആവും. അപ്പോൾ ദാറ്റ് വേ ഡ്രൈവിംഗ് കാണില്ല. പിന്നെ വീക്കെൻഡ്സ് കിട്ടുമ്പോൾ വെൻ ഐ എം അവൈലബിൾ, ദാറ്റ് ഇസ് ഓൾ ദാറ്റ് വി ഡു. എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ? ഇല്ല, ഇത്ര ആലോചിക്കുമ്പോൾ തന്നെ അറിയൊന്നുമില്ല, എല്ലാ തരത്തിലും സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഇത്ര ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ? പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്നത് ഉണ്ട്. ഐ തിങ്ക് ദി പാർട്സ് കിട്ടാൻ, സ്പെയർ പാർട്സ് കിട്ടാൻ ഇറ്റ് ടേക്സ് ലോങ്ങർ. ഓക്കെ, otherwise the people over here, the people who are handling Jeep over here, Pinnacle is from where I bought it, the service is excellent. Okay, and they're doing a lot of drives also. Okay, the interaction with the customers pretty good. Okay, equal or better than what we have experienced earlier. That is one very, very big plus. A lot of companies don't have that interaction. So that was one thing that also is helping us to maintain this. പിന്നെ കമ്പനിയിൽ നിന്ന് കിട്ടാൻ, കാരണം ഐ ഹാഡ് ഇതിൻ്റെ ഒരു മിററിൻ്റെ, ഇഫ് യു വുഡ് ഹാവ് സീൻ അതിൻ്റെ മിറർ കവറില്ലേ, മെറ്റാലിക് കവർ. അപ്പോൾ ദാറ്റ് സ്പെയർ പാർട്ട് വാസ് ടേക്കിംഗ് വെരി ലോങ് ആൻഡ് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദി കമ്പനി. ഇറ്റ് വാസ് നോട്ട് അവൈലബിൾ ഹിയർ. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി കവർ ചെയ്തു. ഓക്കെ, ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ദി സർവീസ് കോസ്റ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ഹയർ, ബട്ട് ദ സർവീസ് ഫ്രീക്വൻസി is lower than the other normal cars. So I think 15,000 kilometers or something. That way it should be okay. I'm not too much bothered about the
cost there. I was only looking at the features and comfort. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് നോക്കിയിട്ടുണ്ട്. എനിക്ക് സിറ്റി ഡ്രൈവ് ആണ് മിക്കവാറും. സോ ഐ ഗെറ്റ് അറൌണ്ട് 12 കിലോമീറ്റേഴ്സ് ഓൺ ദി സിറ്റി ഡ്രൈവ്. 12 കിട്ടുന്നുണ്ട് സിറ്റിയിൽ. കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. ആൻഡ് കാരണം ഐ ഗോ 7 o'clock 7:30ക്ക് ഞാൻ ഓഫീസിലേക്ക് പോകും. ദാറ്റ് ടൈം റോഡ്സ് ആർ ഓൾമോസ്റ്റ് എംപ്റ്റി. റിട്ടേൺ ഇസ് ക്രൗഡഡ്. പിന്നെ ഓൺ ലോങ് ഡ്രൈവ്സ് ഐ ഹാവ് ഗോട്ട് മാക്സിമം ഐ തിങ്ക് 17 or 18. 18 ദാറ്റ് ഈസ് വാട്ട് ഐ യൂഷ്വലി ഗെറ്റ്. അപ്പോൾ എന്തായാലും ഇത് ദീർഘകാലം ഉപയോഗിക്കാൻ തന്നെയാണ് പരിപാടി, അതോ ഇനി വീണ്ടും ഒരു സെഡാനിലേക്ക് മറ്റോ തിരിച്ചു പോക്കുണ്ടോ? സെഡാനിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഇല്ല, കാരണം മൈ സൺ ഇസ് നൗ ഇൻ ഓസ്ട്രേലിയ. സോ ഇമീഡിയറ്റ്ലി വി ആർ 3. Then parents are there. So 5 is definitely there. So sedan does, I do not know. എനിക്കൊരു സെഡാനായിട്ട് ഒരു പ്രേമമുണ്ട്. കാരണം ഞാൻ US പോകുമ്പോൾ എപ്പോഴും ഞാൻ സെഡാനാ ഓടിക്കുന്നത്. ആൻഡ് ഐ ലവ് ഫാസ്റ്റ് കാർസ്. ഓക്കെ, അപ്പോൾ വെനെവർ ഐ ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി ഞാൻ റെന്റ് കാറിൽ ഐ ടേക്ക് സെഡാൻസ് ആൻഡ് ഐ ടേക്ക് ദി ഫാസ്റ്റ് കാർസ് അവൈലബിൾ. ഓക്കെ, ലൈക്ക് മുസ്താങ് ആൻഡ് ഈവൻ ഐ ഹാവ് ഡ്രിവൻ ഫെറാറി ഓൾസോ over in US. So I love that. But as a family comfort and all that kind of safety നോക്കണല്ലോ. So you can't be a young brash male every time, everywhere. So family comfortum safety നോക്കിയ I think this is at minimum for 5 to 7 years we would keep this is what we think. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ജീപ്പ് മെറിഡിയനെ പറ്റി വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇവരെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 5-6 വർഷമൊക്കെ തീർച്ചയായിട്ടും ഇത് ഓടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്, അതെല്ലാം എല്ലാ കാര്യത്തിലും പക്കയാണ് ജീപ്പിൻ്റെ എല്ലാ മോഡലുകളും. ആ സന്തോഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ സേഫ് മോട്ടറിംഗ് ഡ്രൈവിന് ഒരുമിച്ച് കാണാം തീർച്ചയായിട്ടും. അത് ജീപ്പിന്റെ അടുത്ത് തന്നെ ഷീ ഈസ് ലേണിംഗ് ഡ്രൈവ്. അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ ഷീ വിൽ ബി ദി ഡ്രൈവർ. അതുകൊള്ളാം. പഠിച്ച് അതൊരു പോയിന്റ് ഉണ്ട്. ദോ ദിസ് ഇസ് വെരി ബിഗ്, മാനുവറബിലിറ്റി ഇസ് വെരി ഈസി. സോ ഫോർ ലേഡീസ് ഇറ്റ് ഇസ് വെരി കംഫർട്ടബിൾ. ഓട്ടോമാറ്റിക് ഇറ്റ് ഇസ് വെരി വെരി ഈസി. നമ്മുടെ ഈ റാപ്പിഡ് ഫയറിൽ പല സ്ത്രീകളും വന്നിട്ടുണ്ട് ജീപ്പ് കോമ്പസ് സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും പഠിക്കും കേട്ടോ. പഠിക്കാനില്ല, ബിക്കോസ് എക്വസ്പോർട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കൊരു പേടിയുണ്ട്. മേബി ഏജ് ആയതിന്റെ ആണോ അല്ല, അങ്ങനെ പേടിച്ചിരിക്കുന്ന കാര്യമില്ല. അല്ല, പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു മൊബിലിറ്റി 4 ഫ്രാക്ചർ എനിക്ക് ഈ കാലിലെ ആങ്കിളിൽ വന്നിട്ടുമുണ്ട്. ആണല്ലേ? അത് കഴിഞ്ഞിട്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും പഠിക്കാൻ ശ്രമിച്ച് കാര്യമായ രീതിയിൽ ഓടിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. മഹീന്ദ്രയുടെ ഏറ്റവും മികച്ച ഒരു SUV ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് XUV 300 ആണ്. കാരണം ഇതിൻ്റെ ഒരു വലിപ്പം, ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല. ഇഷ്ടം പോലെ ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ വാഹനമേ അല്ല. ഇത് ടിവോലി എന്ന ഒരു വാഹനമാണ്, കൊറിയൻ വാഹനമാണ്. അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തി XUV 300 എന്ന പേരിൽ വിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ നിലവാരവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരു XUV 300 ഓണറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. പേര്? അജിത്. സിദ്ധാർത്ഥ്. എത്ര കാലം എടുത്തിട്ട് ഇപ്പോൾ XUV? രണ്ട് കൊല്ലമായി. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ ശരിക്കും ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്? ഡെഫിനറ്റ്ലി 100%. എനിക്ക് വളരെ ഇത് എൻ്റെ 8ാമത്തെ കാറാണ്. ബട്ട് ഇതുവരെ ഈ ക്ലാസ്സിലാണ് ഞാൻ മിക്കവാറും എല്ലാ കാറും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഇതാണ് ഏറ്റവും മികച്ച കാറായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ ഹോട്ട് സെല്ലിംഗ് വണ്ടിയൊന്നും അല്ല, അങ്ങനെ ഇഷ്ടംപോലെ കാണാനുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത്? ഇത് എനിക്കിതിൻ്റെ ലുക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കതൊരു ഭയങ്കര ഇംപ്രസ് ചെയ്തൊരു ലുക്സാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കുറേ റിവ്യൂ വായിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ എൻ്റെ 2 കസിൻസ് XUV 700 എടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ ആ 700 പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 300. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തത് ഇതാണ്. അവരൊക്കെ ഹാപ്പിയാണോ അവരുടെ വണ്ടിയിൽ വളരെ ഹാപ്പി. ഞാൻ ആ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ലവ്ലി ടു ഡ്രൈവ്, നൈസ് ടു ഡ്രൈവ്. അപ്പോൾ ഈ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഇതേ സെഗ്മെന്റിലെ മറ്റു വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു? അത് ഇതിലേക്ക് തന്നെ ചെയ്തിരുന്നു. ഞാൻ കുഷാക്കി ചെയ്തിരുന്നു, പിന്നെ സെൽറ്റോസ് ചെയ്തിരുന്നു, അതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ജർമ്മൻ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിയിട്ട് പോലും ഇഷ്ടപ്പെട്ടതാണ്. എന്താണ് അത്ര അധികം ഇഷ്ടപ്പെട്ട ഒരു ഘടകം? ഇത് കാണാനുള്ള ഭംഗി ഒഴിച്ചു നിർത്തിയാൽ. ഞാൻ വെളിയിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, UK വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വെളിയിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. ഇന്ത്യൻ റോഡ്സിൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗാണ് കിട്ടിയത്. പിന്നെ എൻ്റെ ഒരു ബ്രദർ ഇൻ ലോ ഉണ്ട്, പുള്ളി ദുബായിലാണ്.
അപ്പോൾ പുള്ളിയും ഇങ്ങനെ വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളിയെ കൊണ്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പുള്ളിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി പറഞ്ഞു, ചേട്ടാ എനിക്കൊരു വെളിയിൽ ഇപ്പം ദുബായിലൊക്കെ ഓടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നത് ഈ വണ്ടിയിൽ. യു ഗോ ഫോർ ഇറ്റ്, നോ ഇഷ്യൂസ്. ശരി. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ? ഇതിൻ്റെ പവർ ഇസ് വൺ തിങ് ആൻഡ് സ്പേസ്, അതുപോലെ ലെഗ് സ്പേസും കാര്യങ്ങളും, പിന്നെ ഓവറോൾ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും. ഈ 3 കാര്യങ്ങളാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്, നല്ല കോൺഫിഡൻസ് തരും അല്ലേ, സേഫ്റ്റി ഫീലും ഒക്കെ തോന്നുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണും? ഇപ്പോൾ 32,000 ഓടി. ശരി. അപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ എത്ര കാലമായി? 2022 എടുത്തത്. 22 2 വർഷം കൊണ്ട് നല്ല ഓട്ടം ഓടി, കുഴപ്പമില്ല അല്ലേ? സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് എനിക്ക് ഒരു 9,000 അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ 30,000 ഇപ്പോൾ ഞാൻ റീസെൻ്റാണ് ചെയ്തത്. അപ്പോൾ അതിന് 9,000 സംതിങ് വന്നു. പിന്നെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, അത് കാരണം ഒരു 1,000 രൂപ കൂടി 10,000. ഈ സാധാരണ ഇന്ത്യൻ വാഹനങ്ങളെ പറ്റി പറയുന്നത് എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതോ ഇതിനൊരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി തന്നെയാണ് തോന്നുന്നത്? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഞാനും ഓടിച്ചിട്ട് ഇവനും ഓടിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുവരെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ നെയ്ബേഴ്സും അവരും ഓടിച്ചിട്ട് പറയുന്നത് ഇതിൽ ആ കൂടി ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു ബൂട്ട് സ്പേസ് ആണ്, കുറവാണ്. അപ്പോൾ അത് ഇല്ലെങ്കിൽ എൻ്റെ നെയ്ബറും പറഞ്ഞത് ഞാൻ ഐ വുഡ് ഹാവ് ഗോൺ ഫോർ ദിസ് വെഹിക്കിൾ, അങ്ങനെയാണ് പുള്ളിയും പറഞ്ഞത്. സാധാരണഗതിയിൽ അകത്ത് ഇത്തിരി സ്പേസ് കുറച്ച് ബൂട്ട് സ്പേസ് കൂട്ടിയാണ്, ഇതിപ്പോൾ അത് ചെയ്തില്ല. ഇന്റീരിയർ സ്പേസ് കൂടുതലുണ്ട്. ഇപ്പോൾ അവരുടെ പുതിയ ഇതിലും ബൂട്ട് സ്പേസ് ഇല്ല, സെയിം ആണ്. അപ്പോൾ ഈ വാഹനം വാങ്ങിക്കുന്ന സമയത്തൊക്കെ ഏകദേശം നമ്മുടെ ഇതിൻ്റെ ഇലക്ട്രിക്കും വന്നിട്ടുള്ളൊരു സമയമാണല്ലോ അല്ലേ? അഫോർഡബിൾ. ഇലക്ട്രിക് ഇപ്പോഴില്ല, ഇപ്പോൾ വന്നോളൂ. ആ സമയത്തില്ല. എനിക്കിപ്പോൾ ഇലക്ട്രിക് നോക്കിയില്ല ആ സമയത്ത് വാങ്ങിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഇലക്ട്രിക് നോക്കിയില്ല. അന്നൊരു ഇലക്ട്രിക്കിൻ്റെ പൊതുവെ അഭിപ്രായം ഇത്തിരി കുറവായിരുന്നു. ഇന്ന് ഞാൻ കാണുന്നുണ്ട് കുറേ വെഹിക്കിളുണ്ട്. ഓടിച്ച് നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക്? ഇല്ല. ഈ നീ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ വാഹനങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണെന്ന് തോന്നിയിട്ടുണ്ടോ ഇനിയുള്ള ഒരു കാലം? ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക്, ഗോയിങ് ടു ബി ഇലക്ട്രിക്. ഫോസിൽ ഫ്യൂവൽസ് എന്തായാലും കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എത്ര കാലം ഉപയോഗിക്കാനാണ് പരിപാടി? അത് കുറേ കാലം ഉപയോഗിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും വണ്ടി മനസ്സിൽ കണ്ടിട്ടുണ്ടോ? എനിക്കൊരു സെക്കൻഡ് കാറുണ്ട് ഇവൻ യൂസ് ചെയ്യുന്നത്, WRV ആണത്. WRV. അതിലേക്ക് വരാൻ കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ മിക്കവാറും അത് സ്വിച്ച് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ട്. അത് ഇത്തിരി പഴയതാണ്. ഇതൊരു 2 കൊല്ലം കൂടി ഓടിച്ചിട്ട്, ഞാൻ 5 കൊല്ലത്തിലാണ് നോർമലി കാർ മാറുന്നത്. അപ്പോൾ 5 years. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് WRVയിലേക്ക് വരാം. ഒരു മിനിറ്റ്. ഈ മൈക്ക് എന്ന് പറയുന്നത് അധികം ഇല്ലാത്തതുകൊണ്ട് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോണ്ടയുടെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മോഡലാണ് WRV. എന്തുകൊണ്ടാണ് അതെടുത്തത് ആ സമയത്ത്? ഞാൻ അപ്പോൾ പേഴ്സണലി എനിക്ക് വണ്ടി ഓടിച്ച് ഞാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് അച്ഛനാണ് സെലക്ട് ചെയ്തത്, അച്ഛൻ തന്നെയാണ് വാങ്ങിച്ചത്. മൈലേജും പിന്നെ ഹോണ്ടയുടെ റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച വണ്ടി. ഞാൻ ആ കാര്യത്തിൽ അത് വണ്ടി തെറ്റിച്ചിട്ടുമില്ല. ഇത്ര നാളായിട്ട് റിലയബിളും ആയിരുന്നു, ഇതിനായിട്ട് പണി നിന്നിട്ടില്ല, ഡീസൻറ്റ് മൈലേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാറി മറ്റൊന്ന് ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലുള്ളത്? ഇപ്പം പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. പേഴ്സണലി ആ വണ്ടി എൻ്റെ ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ട് അതിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞാൻ വേറെ വണ്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അച്ഛൻ ആലോചിച്ചു. അപ്പോൾ അച്ഛൻ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും മകനോട് ചർച്ച ചെയ്യും. അപ്പോൾ മകൻ്റെ മനസ്സിൽ എന്താണ്? എനിക്കിപ്പോഴും ആ വണ്ടി മതി എന്നുള്ളൊരു ഇത് തന്നെയാണ്. അത് ശരി. അത് കണ്ടോ, സാധാരണഗതിയിൽ പിള്ളേരൊക്കെ ആകുമ്പോൾ ചാടി പറയുന്നത് എനിക്ക് അടുത്ത വണ്ടി വേണം, എന്നിട്ടും അതിൽ തന്നെ നിൽക്കുകയാണല്ലോ. എങ്കിലും ഈ ഒരു പ്രായത്തിൽ ഇപ്പം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മോഡൽ അത് വാങ്ങിക്കാനൊന്നും അല്ലെങ്കിൽ പോലും വളരെ ഇഷ്ടപ്പെട്ട റോഡിലൊക്കെ കാണുമ്പോൾ സ്കോഡയുടെ സ്ലാവിയ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല, ഓവറോൾ ലുക്ക് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പോൾ സെഡാനുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? ഇനി സെഡാനാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ താല്പര്യം. ബട്ട് നമ്മുടെ റോഡിന് എപ്പോഴും SUV തന്നെയാണ്. അതാണ് ഇവിടെ സെഡാൻ ഓടിക്കാൻ നടക്കില്ല. അതെ, ശരിയാണ്. എന്താണ് ഇപ്പോൾ WRVയുടെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണ്? സ്മൂത്ത്നെസ് ആണ്. വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഭയങ്കര റിലയബിളും അതിന്റെ മൈലേജ്. പിന്നെ മൈലേജ് നല്ലോണം അത്യാവശ്യം സിറ്റിയിൽ പോലും എനിക്ക് 14-15 കിട്ടുന്നു. ശരി. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് പിന്നെ ഫസ്റ്റ് കാർ ബയസ് ഉണ്ടാവുമല്ലോ. നമ്മൾ പഠിച്ചതില്ല. സോ ആ ഒരു കംഫർട്ട് ഉണ്ട്. അത് മോർ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് വണ്ടിയോട്. അതിന്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? അത് 7 മറ്റു വലിയ പണികളൊന്നും വരാനും സാധ്യതയില്ല. അല്ലേ? അതെ. അപ്പോൾ എന്തായാലും 2 വാഹനങ്ങളും വളരെ സാറ്റിസ്ഫൈഡ് ആണ് രണ്ടുപേരും. രണ്ടും വ്യത്യസ്തമായ വാഹനങ്ങളാണ്. സത്യം പറഞ്ഞാൽ 2 ഹോട്ട് സെല്ലിംഗ് വാഹനങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നിട്ടും നമ്മൾ ഈ മനസ്സിലാക്കാതെ പോകുന്ന ചില വാഹനങ്ങളിലൊന്നാണ് ഈ WRV. തീർച്ചയായും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നല്ലൊരു വണ്ടിയായിരുന്നു, പക്ഷേ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരാൾക്കുണ്ട്, ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഒരിക്കലും വിൽക്കില്ല എന്ന് ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യം. ഇതിൻ്റെ ഇൻറ്റീരിയർ ആയാലും ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ വൈറ്റ്
നിറം അല്ലേ, നല്ലൊരു നല്ല കോമ്പിനേഷനൊക്കെയാണ്, നല്ല പ്ലസൻ്റ് ആണ് ഉള്ളിലേക്ക് കയറുമ്പോൾ, അങ്ങനെ ഒരു ഗുണമുണ്ട് തീർച്ചയായിട്ടും. മൈലേജ് ഉണ്ട്. മൈലുണ്ടല്ലേ, ഹൈവേയിൽ ഇപ്പോൾ 19 രൂപ കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, 19 കിട്ടിയിട്ടുണ്ട്. ആ, പിന്നെ സിറ്റിയിൽ 14 ആ, ഒട്ടും മോശമല്ല. അത്തരം കാര്യങ്ങളൊന്നും ഡീസലാണ് 2 ഓപ്ഷൻ. രണ്ടുണ്ട്. അത് ഡീസലല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇനിയിപ്പോൾ പെട്രോള് കിട്ടാനുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിർത്തി. ഇപ്പോൾ എല്ലാം ഹോണ്ടയും പെട്രോളിലേക്ക് മാറിയല്ലോ. ഇവർ മാത്രമൊക്കെയാണ് ഇനിയിപ്പോൾ വീണ്ടും ഡീസൽ ആയിട്ട് കൊണ്ടു നടക്കുന്നവർ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, ഹാപ്പി ആയിട്ട് അവരുള്ള രണ്ടുപേരാണ് കണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി മോട്ടറിങ്. താങ്ക് യു. റാപ്പിഡ് ഫെയർ അവസാനിക്കുമ്പോൾ നിങ്ങളെ ഓർപ്പിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, 55,555 രൂപയ്ക്ക് 5 ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി ടൂർ മാക്സ് നൽകുന്ന ഒരു പാക്കേജാണ്. അതുകൂടാതെ നിങ്ങളൊരാൾക്ക് നറുക്കിട്ട് തായ്ലൻഡിൽ പോകാനുള്ള ഒരു സൗജന്യ സമ്മാനവും കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു കാര്യമുള്ളത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻ്ററാണ് നമ്മളോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾക്കായിട്ട് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത് ആഴ്ചയിൽ ഒരിക്കൽ. റോഷോയെ പറ്റി പറയുകയാണെങ്കിൽ റോഷോ എറണാകുളത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. എൻ്റെ BMW അവിടെയാണ് റാപ്പ് ചെയ്തത്. അപ്പോൾ റാപ്പിങ്, അതുപോലെ തന്നെ ഗ്രാഫീൻ കോട്ടിങ്, PPF, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയർ ക്ലീനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും, ഇൻറ്റീരിയർ ക്ലീനിങ് അല്ല കേട്ടോ, ഡീറ്റെയിലിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തിരുന്ന സ്ഥാപനമാണ് റോഷോ. അപ്പോൾ റോഷോ ഇവിടെ കാക്കനാട് മാവേലിപുരത്താണുള്ളത്. അപ്പോൾ റോഷോ ആണ് നമ്മോടൊപ്പം ചേർന്ന് 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. അപ്പോൾ റാപ്പിഡ് ഫെയർ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.